നമുക്കിനി ഒന്ന് ആദിൽ പാലോടിന്റെ ഇ.പി. ജയരാജനുമായുള്ള സംഭാഷണത്തിലേക്കൊന്ന് പോകാം. തൃശൂരിൽ കോൺഗ്രസും ബി.ജെ.പിയും തമ്മിൽ ഡീല് നടന്നുവെന്നാണ് LDF കൺവീനർ ഇ.പി. ജയരാജൻ പറയുന്നത്. കെ മുരളീധരന്റെ 1 ലക്ഷം വോട്ട് സുരേഷ് ഗോപിക്ക് പോയി. തെരഞ്ഞെടുപ്പ് ദിവസത്തെ തന്റെ വെളിപ്പെടുത്തൽ തെരഞ്ഞെടുപ്പിൽ സ്വാധീനമുണ്ടാക്കിയിട്ടില്ലെന്നും പാർട്ടിയിൽ ആരും വിമർശനങ്ങൾക്ക് അതീതരല്ലെന്നും അത് പിണറായി വിജയന്റെ ചോദ്യത്തോടാണ്. കേരള കോൺഗ്രസ് എമ്മിന് പാർട്ടിയിൽ അതൃപ്തിയില്ലെന്നും LDF കൺവീനർ വ്യക്തമാക്കി. പ്രതികരണം കേൾക്കാം. ഇപ്പോഴുണ്ടായ പരാജയത്തിൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ പാർട്ടി നേതാക്കൾക്കെതിരെ പോസ്റ്റുകൾ ഇടുന്ന പശ്ചാത്തലമുണ്ട്. അങ്ങനെ പോസ്റ്റ് ഇടുന്ന സഖാക്കളുണ്ടെങ്കിൽ അവർ പാർട്ടി സഖാക്കളല്ല, അവർ പാർട്ടിയെ സ്നേഹിക്കുന്നവരല്ല, അവർ പാർട്ടി വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്നവരാണ്. മുഖ്യമന്ത്രിക്ക് ഒരു വീഴ്ചയുണ്ടായാൽ അത് ചർച്ച ചെയ്യാനും വിമർശിക്കാനും നേതാക്കൾക്ക് ഭയമുണ്ടോ എന്ന ചോദ്യം. എന്ത് കാര്യത്തിന് വിമർശിക്കാം? CPM എന്ത് കാര്യത്തിന് ഭയപ്പെടേണ്ട കാര്യം? ആർക്കാരെ ഭയപ്പെടണം? EMS വിമർശിച്ചിട്ടില്ലേ? VS അച്യുതാനന്ദനെ വിമർശിച്ചിട്ടില്ലേ? അങ്ങനെ ഒരു വിമർശനം ഇപ്പോൾ നടക്കുന്നില്ല എന്നാണ് ആര് പറയുന്നു? വിമർശിക്കേണ്ട കാര്യങ്ങളിലൊക്കെ ശക്തമായ വിമർശനങ്ങളും നടപടികളുമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ദിവസമാണ് ഇ.പി. ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നത്. അതിനെ തുടർന്നുണ്ടായ വലിയ വിവാദം അത് മാധ്യമങ്ങൾ സൃഷ്ടിച്ചതാണെന്ന് ഇ.പി. പറയുകയും ചെയ്തിരുന്നു. ആ വിവാദങ്ങൾ തെരഞ്ഞെടുപ്പിനെ എന്തെങ്കിലും തരത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടോ? അങ്ങനെ എങ്ങനെ കാണുന്നത്? അത്രമാത്രം ഞാൻ പറഞ്ഞൊരു കാര്യം തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നോ ഞാൻ കണക്കാക്കുന്നില്ല. അങ്ങനെ എന്നൊരു മഹാനാക്കിയാൽ തീർക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ സന്തോഷം. ഞാൻ ആ സ്ഥലത്തൊരു മഹാനൊന്നും ആയിട്ടില്ല. തൃശ്ശൂർ കോൺഗ്രസുമായിട്ടുള്ള ഡീല് എങ്ങനെയാണ് മുരളീധരൻ 1 ലക്ഷത്തിൽ പരം വോട്ട് കഴിഞ്ഞതിനേക്കാളും നഷ്ടപ്പെട്ടത്? ആ 1 ലക്ഷം വോട്ട് BJPക്ക് പോയിട്ടുണ്ടല്ലോ. ഞങ്ങളുടെ വോട്ടിൽ കുറവൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല. കോൺഗ്രസിന് കിട്ടിക്കൊണ്ടിരുന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിക്കൊണ്ടിരുന്ന വോട്ടിൽ 1 ലക്ഷം വോട്ട് കോൺഗ്രസിന് കുറവ് വന്നു. ആ 1 ലക്ഷം നേരെ അതാ സുരേഷ് ഗോപിക്ക്. ആരായിട്ട് ഡീല്? കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഭാവി ഇനി എങ്ങനെയാണ്? അവർ ഉള്ളതുപോലെ തന്നെ അവർ പോകും. അതവർ ഏതെങ്കിലും MP MLA മന്ത്രിസ്ഥാനം കണ്ട് പ്രവർത്തിക്കുന്നവരല്ല, അവർ അതിനു വേണ്ടി നടക്കുന്നവരല്ല. കേരള കോൺഗ്രസ് എമ്മിനെ UDFിലേക്ക് മടക്കി കൊണ്ടുവരണം എന്ന തരത്തിൽ കോൺഗ്രസിനുള്ളിൽ ചർച്ചകളുണ്ട്. UDF ദുർബലമാകുന്നു, അല്ലെങ്കിൽ UDF ദുർബലമാകാനുള്ള സാധ്യതയുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ UDFന് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്ന ചില പാർട്ടികളെങ്കിലും അവരോടൊപ്പം പോയാലേ അവർക്ക് ഭാവിയുള്ളൂ എന്ന രാഷ്ട്രീയ ധാരണയിൽ നിന്നാണ് ഇത്തരമൊരു ചിന്ത ഉടലെടുക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രാജ്യസഭയുടെ കാര്യം ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല. വരുന്ന 2-3 ദിവസങ്ങൾക്കുള്ളിൽ നല്ലതുപോലെ ചർച്ച ചെയ്ത് ആവശ്യമായ ഉചിതമായ തീരുമാനങ്ങൾ കൈക്കൊള്ളും. എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് തന്നെയായിരിക്കും ആ തീരുമാനം അംഗീകരിക്കുന്ന ഒരു മുന്നണിയാണ്. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ എത്ര സീറ്റിൽ LDFന് വിജയിക്കാനാണ്? ഇന്നുള്ളതിനേക്കാളും ഭൂരിപക്ഷത്തോടു കൂടി ഇടതുപക്ഷം ജയിച്ചു വരും. സെഞ്ചുറി അടിക്കാൻ കഴിയുന്ന സാഹചര്യം ഇപ്പോഴും അതിനപ്പുറം കടക്കും. അതാണ് കേരള രാഷ്ട്രീയം. നമുക്കിപ്പോൾ ആദിൽ പാലോട് ചേരുന്നുണ്ട്. ആദിൽ പാലോട്, സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമില്ല എന്ന് പറയുകയാണ് ഇ.പി. ജയരാജൻ. അതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം, തൃശ്ശൂരിൽ കോൺഗ്രസ് BJP ഡീല് നടന്നിട്ടുണ്ട് എന്നാണ് ഇ.പി. ജയരാജൻ പറയുന്നത്. മാത്രമല്ല ഒരു സൂചന കൂടി നൽകുന്നുണ്ട്. അതിൻ്റെ ചോദ്യത്തിലാണെന്ന് തോന്നുന്നു, പിണറായി വിജയൻ പാർട്ടിയിൽ വിമർശിക്കപ്പെടില്ലേ എന്നോ മറ്റൊരു ചോദ്യം ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ആരും പാർട്ടിയിൽ വിമർശനത്തിന് അതീതരല്ല എന്ന് പറയുന്നത് ചില സൂചനകൾ കൂടിയാണ്. കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന നിലയിൽ അദ്ദേഹം തിരഞ്ഞെടുപ്പ് ദിവസം നടത്തിയ പരാമർശത്തിൽ ഒരു പക്ഷേ നടപടി നേരിടാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ആ ഘട്ടത്തിലാണ് തന്നെ മഹത്വവൽക്കരിക്കരുത് എന്നൊക്കെ ഇ.പി. ജയരാജൻ പറയുന്നത്. ചുരുക്കി എന്താണ് പറയുന്നത് ഇ.പി. ജയരാജൻ? തെരഞ്ഞെടുപ്പിന് പരാജയപ്പെട്ട ശേഷം ഇ.പി. ജയരാജൻ സംസാരിക്കുകയാണ്. ഇ.പിയുടെ പ്രധാനപ്പെട്ട ആരോപണങ്ങൾ പറയാം. ഒന്ന്, തൃശ്ശൂരിൽ എങ്ങനെയാണ് തോറ്റത് എന്ന ലളിതമായ ചോദ്യമാണ്. അതിനുത്തരം കോൺഗ്രസും BJPയും തമ്മിൽ ഡീലുണ്ടാക്കി എന്നതാണ്. കോൺഗ്രസിൻ്റെ 1 ലക്ഷത്തോളം വോട്ട് കെ മുരളീധരൻ്റെ പെട്ടിയിൽ വീഴേണ്ട 1 ലക്ഷത്തോളം വോട്ട് അത് സുരേഷ് ഗോപിക്ക് പോയതാണ് തൃശ്ശൂർ സംഭവിച്ചത്. തൃശ്ശൂരത്തെ കാര്യം പഠിക്കും എന്ന് ഇ.പി. ജയരാജൻ LDF കൺവീനർ പറയുന്നു. 2 രാജ്യസഭാ സീറ്റാണ്. രാജ്യസഭാ സീറ്റ് ഇപ്പോൾ കീറാമുട്ടിയാണ്. നമ്മൾ അല്പം മുൻപ് തന്നെ അത് വിശദീകരിക്കുകയും ചെയ്തു. അക്കാര്യത്തിൽ ഒരു 3 ദിവസത്തിനകം ഒരു തീരുമാനത്തിലേക്ക് എത്തും. ഉചിതമായൊരു തീരുമാനം, എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയുന്നൊരു തീരുമാനമെത്തും. എല്ലാവരും അത് അനുസരിക്കുകയും ചെയ്യും, ഘടകകക്ഷികൾ അനുസരിക്കുകയും ചെയ്യും എന്നതാണ് ഇ.പി. ജയരാജൻ LDF കൺവീനർ പറയുന്നത്. ഏറ്റവും പ്രധാനം, ഈ തെരഞ്ഞെടുപ്പ് ദിവസം നടത്തിയ വെളിപ്പെടുത്തൽ തിരിച്ചടിയായി എന്ന നിലയിൽ വ്യാഖ്യാനങ്ങളും ചർച്ചകളും സാമൂഹ്യ മാധ്യമങ്ങളിലടക്കമുണ്ടായിരുന്നു. എന്നാൽ അങ്ങനെ ഒരു തിരിച്ചടി തൻ്റെ പ്രസ്താവന മൂലം ഉണ്ടായിട്ടില്ല
എന്നതാണ് ഇ പി ജയരാജൻ പറയുന്നത്. അതിന് കാരണവുമുണ്ട്. തൻ്റെ പ്രതികരണം അത്രത്തോളം സ്വാധീനമുണ്ടാക്കാൻ കഴിയുന്നതല്ല, അങ്ങനെ ഒരു മഹാനായി എന്നെ ചിത്രീകരിക്കുകയും വേണ്ട എന്നാണ് ഇ പി ജയരാജൻ പറയുന്നത്. ഇപ്പോഴുള്ള ഒരു പ്രവണത CPM പാർട്ടി പ്രവർത്തകർ തന്നെ സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും സോഷ്യൽ മീഡിയയിലൂടെ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യമുണ്ട്. അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വാർത്തയായി നൽകുകയും ചെയ്യുന്നുണ്ട്. ആലപ്പുഴയിലും കണ്ണൂരിൽ നിന്നും അങ്ങനെയുള്ള വാർത്തകളുണ്ടായിരുന്നു. അങ്ങനെയുള്ളവർ പാർട്ടി സഖാക്കളാണെങ്കിൽ പോലും അവർ മാർക്സിസ്റ്റ് വിരുദ്ധരാണ് എന്ന ഒരു ശക്തമായൊരു വിമർശനത്തിലേക്ക് ഇ പി പോകുന്നു. അവർ പാർട്ടി വിരുദ്ധരാണ്, മുഖ്യമന്ത്രിക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നവർ മാർക്സിസ്റ്റ് വിരുദ്ധരാണ് എന്ന ഒരു പ്രതികരണത്തിലേക്ക് പോകുന്നു. ഇതിനൊപ്പമാണ് നമ്മൾ ചോദിച്ചത്, മുഖ്യമന്ത്രിയെ വിമർശിക്കാൻ പാർട്ടിക്കുള്ളിൽ തന്നെ നേതാക്കൾക്ക് ഭയമുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി പറയുന്നത് CPM-നുള്ളിൽ ആർക്കും ഭയമില്ല എന്നതാണ്. വിമർശിക്കാൻ ഭയക്കേണ്ട കാര്യവുമില്ല. VS അച്യുതാനന്ദൻ, EMS അടക്കമുള്ള മുഖ്യമന്ത്രിമാരെ പോലും വിമർശിച്ച ചരിത്രം CPM-നുണ്ട് എന്നാണ് ഇ പി ജയരാജൻ പറയുന്നത്. ഇപ്പോഴും വിമർശിക്കാറുണ്ട്, അതിന് ഒരു തടസ്സവും ഉണ്ടാകില്ല എന്നതാണ് ഇ പി ജയരാജൻ വ്യക്തമാക്കുന്നത്. ഒപ്പം കേരള കോൺഗ്രസ് എമ്മിൻ്റെ കാര്യം, ഈ UDF-ൽ വലിയ കൊടിയ പീഡനങ്ങൾ സഹിച്ചാണ് LDF-ലേക്ക് വന്നത്. LDF-ൽ അവർ സുരക്ഷിതരാണ് എന്നത് ഇ പി ജയരാജൻ പറയുന്നു. മറ്റൊന്ന്, എങ്ങനെ പരാജയപ്പെട്ടു എന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകുന്ന പ്രധാനപ്പെട്ട മറുപടി, മത ന്യൂനപക്ഷ സംഘടനകൾ, സമുദായ സംഘടനകളൊക്കെ ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിൽ LDF-നൊപ്പമാണ് നിലകൊണ്ടത്. പക്ഷേ ആ വോട്ട് കേന്ദ്രീകരിച്ച് LDF-ലേക്ക് പോയി. ഇതാണ് ഈ പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണമെന്നും ഈ തോൽവിയിലേക്ക് നയിച്ച പ്രധാന കാരണമെന്നും ഇ പി ജയരാജൻ പറയുന്നുണ്ട്. അരുൺ. ഓക്കെ, താങ്ക് യു ആദിൽ പാലോടാണ് ഇ പിയുമായി ഇന്നലെ വിശദമായി സംസാരിച്ചത്. ഇ പി ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 ടേക്ക് അവേസ് ഉണ്ട്. ഒന്ന്, രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഇവിടെയുണ്ട്, പക്ഷേ 3 ദിവസത്തിനുള്ളിൽ CPI-യെയും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ അനുനയിപ്പിക്കാൻ സാധിക്കും, അതിലൊരു തീർപ്പുണ്ടാവും. 2, തൃശ്ശൂരിൽ കോൺഗ്രസ് BJP ഡീലുണ്ട്, അതുകൊണ്ടാണ് 1 ലക്ഷം വോട്ട് കെ മുരളീധരനെ കഴിഞ്ഞ തവണ TN പ്രതാപൻ നേടിയ വോട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. നമ്പർ 3, സർക്കാരിനെതിരെ ഒരു വലിയ ഭരണവിരുദ്ധ വികാരമില്ല. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നാലും സെഞ്ചുറി അടിക്കും എന്നാണ് ഇ പി ജയരാജൻ പറയുന്നത്. പക്ഷേ ലോക്സഭാ സീറ്റിൻ്റെ കണക്ക് വെച്ച് നോക്കിയാൽ ശ്രീ ഇ പി 110 ഇടങ്ങളിൽ UDF ആണ് മുൻപിൽ നിൽക്കുന്നത്, 11 ഇടങ്ങളിൽ LDF ഉണ്ട്, 19 ഇടങ്ങളിൽ മാത്രമേ LDF-ന് ലീഡ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. അതൊരു കണക്കാണ്. ആ കണക്കായിരിക്കണം ഇനി LDF-നെയും CPM-നെയും കൊണ്ട് കൂടുതൽ ആഴത്തിൽ ചിന്തിക്കേണ്ട കണക്കുകൾ എന്നതുകൂടി പറയട്ടെ.